മലപ്പുറം വണ്ടൂർ നടുവട്ടത്തെ യുവാവിന്റെ മരണം നിപ ബാധിച്ചെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 151 പേരാണ് മരിച്ച യുവാവിന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത്. ഇവരെല്ലാം ഐസൊലേറ്റ് ചെയ്തെന്നും പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തയുടെ വിശദ വിവരങ്ങളിലേക്ക് പോകുകയാണ്. ആദ്യം വിവരങ്ങൾ നൽകാൻ മലപ്പുറത്ത് നിന്ന് KT സ്വാലിഹും തിരുവനന്തപുരത്ത് നിന്ന് നിർഭൻ ചക്രവർത്തിയും ചേരുകയാണ്. അതും സ്വാലിഹിലേക്ക്. സ്വാലിഹ, ചെറിയ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലപ്പുറത്ത് വീണ്ടും നിപ ആശങ്ക ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്ന ആൾ, അതുമായി ബന്ധപ്പെട്ട സമ്പർക്ക പട്ടിക അത് വിപുലവുമാണ്. ഏത് നിലയിലാണ് ക്രമീകരണങ്ങൾ? അഷിത, 2 മാസം മുൻപാണ് വണ്ടൂരിൽ തന്നെ ചെമ്പ്രശ്ശേരിയിൽ 14 വയസ്സുകാരൻ നിപ ബാധിച്ച് മരിച്ചത്. അതിലെ സമ്പർക്ക പട്ടികയിലുള്ള ആളുകൾ പൂർണ്ണമായി ആശുപത്രി വിട്ടു വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടെയാണ് തൊട്ടടുത്ത പ്രദേശമായ നടുവത്ത് 24 വയസ്സുകാരൻ മരിക്കുന്നത്. ഇയാൾ ബാംഗ്ലൂരുവിൽ വിദ്യാർത്ഥിയാണ്. അവിടെ നിന്ന് പനി ബാധിച്ച് നാട്ടിലെത്തിയിരുന്നു. പിന്നീട് തിരിച്ചുപോയി കാൽ പരിക്ക് പറ്റി വീണ്ടും നാട്ടിലേക്ക് വന്നതാണ്. ഇതിനിടെയാണ് മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നത്. തുടർന്ന് 4 ആശുപത്രികളിൽ, വണ്ടൂരിലെ 2 ആശുപത്രിയിലും പെരിന്തൽമണ്ണയിലെ 2 സ്വകാര്യ ആശുപത്രികളിലും ണ്ട്. പെരിന്തൽമണ്ണയിൽ വെച്ചാണ് മരണം സംഭവിക്കുന്നത്. ഇതിനിടെ മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ കൂടി കണ്ടതോടെയാണ് ഡോക്ടർമാർക്ക് സംശയമുണ്ടാവുന്നത്. ഇതേ തുടർന്നാണ് ഇതിൽ നിപ പരിശോധനയ്ക്ക് വേണ്ടി കോഴിക്കോട്ടേക്ക് സ്രവമെടുത്ത് അയക്കുന്നത്. അവിടെ നടത്തിയ പരിശോധനയിൽ ഇന്നലെ ഇത് പോസിറ്റീവാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി പൂനെയിലേക്ക് അയച്ചു. അവിടെ നിന്ന് ഇന്നാണ് ഫലം വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. 16 കമ്മിറ്റികൾ, വിവിധ വകുപ്പുകളുടെ 16 കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ സമയത്തുണ്ടാക്കിയ അതേ പ്രോട്ടോകോൾ അനുസരിച്ച് വളരെ വേഗത്തിൽ തന്നെ അതേ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് ഇത്തവണയും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ പ്രദേശത്തെ തിരുവാലി പഞ്ചായത്തിൽ നിയന്ത്രണം നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. DMOയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ ഇന്നലെ കഴിഞ്ഞിരുന്നു. 151 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇത് നേരിട്ട് ഇടപെട്ടവരാണ്. ഈ ആശുപത്രികളിൽ ചികിത്സിച്ച ഡോക്ടർമാർ, അതേസമയം ഇയാൾ ആശുപത്രിയിൽ എത്തിയ സമയത്ത് അവിടെ എത്തിയ ആളുകൾ, അതോടൊപ്പം ഇയാൾ ഒരു യാത്ര ചെയ്തിട്ടുണ്ട്, സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള 151 പേരെ നിലവിൽ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആർക്കും മറ്റു കൂടുതൽ രോഗലക്ഷണങ്ങളൊന്നുമില്ല. 5 പേർക്ക് ചെറിയ പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്രവം ശേഖരിച്ച പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കോഴിക്കോട്ടേക്കും അതോടൊപ്പം തന്നെ പൂനെയിലേക്കും അയച്ചിട്ടുണ്ട്. അഷിത. ശരി സ്വാലിഹ.